ഹലോ ഗായ്സ്, എല്ലാവർക്കും അഗ്നിയൊക്കെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊരു പരിപാടിയില്ല. എല്ലാ പരിപാടിയും ഞാൻ ഇന്നലെ സെറ്റാക്കി വെച്ച് ആദ്യം ഞാൻ ഇവിടുത്തെ ഈ കുയ്യടച്ച് കഴിഞ്ഞ വീഡിയോ കണ്ടോൽക്കറിയാം ഈ കുയ്യക്ക് ചാടിയത്. പിന്നെ നമ്മുടെ വില്ലേജേഴ്സിനെ കൊണ്ടുവന്നിനി, അവരെ കൊണ്ടുവന്ന് ഒരു ബ്രീഡർ സെറ്റാക്കി, ഒരു ഫുഡിനുള്ള സെറ്റപ്പും റെഡിയാക്കി വെച്ച്. ഇതാണ് നമ്മളെ ബ്രീഡർ. ഞാൻ മറ്റേ ബ്രീഡർ ഉണ്ടാക്കി, എന്തോ വർക്കായില്ല. അപ്പം ഞാൻ ഈ ബ്രീഡർ ഉണ്ടാക്കി. ഇതായിരിക്കും നല്ല ബ്രീഡർ. ഇതാകുമ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് ഫുഡ് ഇട്ടെടുത്താൽ മാത്രം ബ്രീഡാവും. പിങ്ങിഷും വന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാവുന്ന ഒരു തരം സാധനമാണ് ഈ പിങ്. പിന്നെ എന്തായാലും കുറേ വില്ലേജറായി. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്കൊരു ആ സാധനം സെറ്റാക്കണം. ഏത് സാധനം? അയൺ ഫാം. വില്ലേജേഴ്സ് അത്യാവശ്യത്തിലധികം ഉണ്ട്. പിന്നെ ഒരു പിങ് നല്ല ഇഷ്യുണ്ടല്ലോ. അതെ, ഇവിടെയാണ് നമ്മളെ ഫുഡ് ഫാം സെറ്റാക്കിയത്. ഡയറക്റ്റ് കുക്കായിട്ട് ഫുഡ് വരും. ഞാൻ ഇപ്പോൾ കയറിയതുകൊണ്ട് അത്ര ഉള്ളൂ. 2 വില്ലേജറിനെ വെച്ച് ഒരു ഓട്ടോമാറ്റിക് ഫുഡ് ഫാം. അപ്പോൾ ഞാൻ പൊട്ടാറ്റോ ആണ് വെച്ചത്, ക്യാരറ്റ് വെച്ചില്ല. ഇതങ്ങനെ പൊട്ടാറ്റോ നേരെ കുക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടും, അതുകൊണ്ട് സീനില്ല. കണ്ടോ, ഇപ്പോഴും കുക്കായിക്കൊണ്ടിരിക്കുക. അതങ്ങനെ അവിടെ ഒരു സൈഡായിട്ടാകും. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും അയൺ ഫാം സെറ്റ് ചെയ്യുക. പിന്നെ അവിടെ നമുക്ക് മറ്റേ സ്പ്രൂസ് കിട്ടി, അതും നട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കി ബിൽഡൊക്കെ സ്പ്രൂസ് കൊണ്ട് ചെയ്യാം. പക്ഷെ എന്ത് ബിൽഡ് ചെയ്യണമെന്ന് എനിക്കാണ് കിട്ടുന്നില്ല. എന്തായാലും ഇനി ട്രേഡിങ് ഹാളും ഇതൊക്കെ സെറ്റാക്കണം. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ഒരു അയൺ ഫാം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പിറ്റത്തെ വീഡിയോ നെതർ കയറാം. അതാണ് നല്ലത്. ഇവിടെ ഇനി വേറെ പണിയൊന്നും എനിക്ക് ചെയ്യാനില്ല പ്രത്യേകിച്ച്. പിന്നെ ബേസിനകത്തൊന്നുമില്ല. ഒരു എൻ്റർ ചെസ്റ്റ് സെറ്റാക്കണം. അതിൽ കുറേ സാധനങ്ങളുണ്ട്. ആ വില്ലേജ് തന്നെ ഫുഡ് എടുക്കാം. ഫുഡ് മര്യാദക്ക് കഴിക്കണം കേട്ടോ. 1 സ്റ്റാക്ക് ക്യാരറ്റ് വെറുതെ കൊടുക്കുക. ഞാൻ നോക്കുന്നില്ല, നിങ്ങളായി നിങ്ങളെ വാടായി. നമ്മളതിലൊന്നും ഇടപെടണ്ട. നമുക്കൊരു മറ്റേ ഷീപ്പിൻ്റെ ഒരു മറ്റേ സാധനം ഉണ്ടാക്കണം. വൂൾ ഫാം ഓട്ടോമാറ്റിക്കായി കിട്ടുന്ന ഷിയറും മറ്റേ സാധനം കഴിച്ചിട്ട് അതൊക്കെ ഓഫ് ക്യാമറയിൽ ചെയ്യുക. അതല്ലേ അതുകൊണ്ട ഓയിൽ തുടങ്ങിയിട്ട് ഒരു പണി തുടങ്ങി. നമ്മളത് നോക്കണ്ട. ഈ സ്ഥലമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഒരു കുട്ടി ചാടി. ദേ നമ്മളാ കാര്യം നോക്കണം. ഞാനൊരു മെഗാ അയൺ ഫാം തന്നെയാണ് നോക്കുന്നത്. ഒരു 12 വില്ലേജർ വെച്ചിട്ടുള്ള അത് മതിയോ? കുറച്ച് അടിച്ചു പോയി. കുറേ അങ്ങോട്ട് കൊണ്ട് മണ്ട തന്നെ ഉള്ളൂ എല്ലാ ദിവസവും. നമുക്ക് അപ്പോൾ ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ ചെയ്യാം.
സോ ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഒരു പണിയില്ലാത്ത ഒരു വീഡിയോ ആയിരുന്നു ഇന്ന്. പക്ഷേ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ഫുള്ള് പണിയായിരുന്നു. സോ ബൈ ബൈ, ടാറ്റാ, സി യു.